നമസ്കാരം. ബെസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ട്രിപ്പിൽ നമ്മൾ കാണാൻ പോകുന്നത് ഓരോ വർഷവും ഏകദേശം 1 മില്യൺ ആൾക്കാർ സന്ദർശിക്കുന്ന ലണ്ടനിലെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻസിൽ ഒന്നായിട്ടുള്ള സീ ലൈഫ് മറൈൻ അക്വേറിയമാണ്. അക്വേറിയം എന്ന് പറയുമ്പോൾ ചില്ലുകൂട്ടിലടച്ച കുറച്ച് മീനുകളും പിന്നെ ചെറിയ കുറച്ച് മൃഗങ്ങളും ഒക്കെയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നതെങ്കിൽ നമുക്ക് തെറ്റി എന്ന് തന്നെ പറയാം. കൈവെള്ളയിൽ ഒതുങ്ങുന്ന കുഞ്ഞന്മാരായ കടൽ കുതിരകൾ മുതൽ വമ്പൻ സ്രാവുകൾ വരെയുള്ള ആഴക്കടലിലെ ജീവികളുടെ അതിവിശാലമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥ തന്നെ ഇതിനകത്തുണ്ട്. കടലിൻ്റെ ആഴങ്ങളിലേക്ക് ഒരു സ്കൂബ ഡൈവിംഗ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ബെസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ടിക്കറ്റ് സ്കാനിങ് കഴിഞ്ഞ് ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഒരു ഗ്ലാസ് ബ്രിഡ്ജാണ്. വളരെ ക്ലീൻ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിന് മുകളിലൂടെ നടന്നു പോകുമ്പോൾ തോന്നും. ചെറിയൊരു പേടിയോടുകൂടി അല്ലാതെ ഇതിലെ നടക്കാൻ സാധിക്കില്ല. കാരണം ഇതിൻ്റെ അടിയിലെല്ലാം സ്രാവുകളാണ്. നമ്മൾ നടന്നു പോകുന്ന വഴിയിലൊക്കെ ഒരു അരണ്ട വെളിച്ചമാണ്. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ചില്ലുകൂട്ടിനകത്തുള്ള മീനുകളെ നല്ല വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. അതുമാത്രമല്ല, വീഡിയോ എടുക്കുമ്പോഴും ഫോട്ടോ എടുക്കുമ്പോഴും ഒക്കെ ഇവിടെ ഫ്ലാഷ് ലൈറ്റ്സ് അലൗഡ് അല്ല. ഇവിടെയുള്ള ജീവികൾക്ക് യാതൊരു വിധത്തിലുള്ള അസ്വസ്ഥതയും ഉണ്ടാവരുത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അവർ ഇത്തരം നിയമങ്ങളൊക്കെ വെച്ചേക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ജാപ്പനീസ് സ്പൈഡർ ക്രാബ് എന്ന് പറയുന്ന ഒരു തരം ഞണ്ടാണ്. അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നിലേക്ക് പോകുമ്പോൾ നമ്മൾ എത്തുന്നത് ഒരു ഓപ്പൺ പൂളിനടുത്താണ്. അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയ വലിയ തിരണ്ടികളും പിന്നെ അതുപോലെ വലുപ്പമുള്ള വലിയ മീനുകളും ഒക്കെയാണ്. തിരണ്ടികളെ കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന മുഖമെന്ന് പറയുന്നത് ഒരു സമയത്ത് നമ്മുടെയൊക്കെ ഹീറോ ആയിരുന്ന അനിമൽ പ്ലാനറ്റിലെ സ്റ്റീവ് ഇർവിനാണ്. ഒരു വീഡിയോ ഷൂട്ടിനിടെ തിരണ്ടിയുടെ വാല് കൊണ്ടുള്ള ആക്രമണത്തിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. മനുഷ്യനോട് വളരെ അടുത്തിടപഴകുന്ന ജീവിയാണ് ഈ സ്റ്റിങ്ങറെ അഥവാ തിരണ്ടി എന്ന് പറയുന്നത്. പൊതുവേ അങ്ങനെ ആക്രമകാരികളുമല്ല. പക്ഷേ അബദ്ധത്തിലെങ്ങാനും നമ്മൾ അവയുടെ ശരീരത്തിൽ ചവിട്ടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അവയെ പ്രൊവോക്ക് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ തിരിഞ്ഞ് ആക്രമിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. നമ്മളിപ്പോൾ കാണുന്നത് ഈ അക്വേറിയത്തിലെ ഏറ്റവും വലിയ ടാങ്കുകളിലൊന്നാണ്. പല ഇനത്തിൽപ്പെട്ട മീനുകളെയും നമുക്കിതിനകത്ത് ഒന്നിച്ച് കാണാൻ സാധിക്കും. മീനുകൾ മാത്രമല്ല, കടലാമകളും നക്ഷത്ര മത്സ്യങ്ങളും അങ്ങനെ പലവിധ ജീവികളും ഇതിനകത്തുണ്ട്. നേരെ കാണുന്ന ആ ഒരു സ്കെലിറ്റൺ കണ്ടോ, അതൊരു തിമിംഗലത്തിൻ്റെ അസ്ഥികൂടമാണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഈ ടാങ്കിന് എത്രത്തോളം വലിപ്പമുണ്ട് എന്നുള്ളത്. ഇനിയാണ് ഈ അക്വേറിയത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. ഈ കാണുന്ന അണ്ടർ വാട്ടർ ടണൽ. ശരിക്കും പറഞ്ഞാൽ കടലിൻ്റെ അടിത്തട്ടിൽ നിന്നുകൊണ്ട് മുകളിലേക്ക് നോക്കും പോലെയുള്ളൊരു ഫീലാണ് നമുക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കൂട്ടിനകത്തും ബാക്കി ജീവികളൊക്കെ നമുക്ക് ചുറ്റും സ്വസ്ഥമായിട്ട് നീന്തി നടക്കുന്ന പോലെയും തോന്നും. ഈ ഒരു ടാങ്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ പല ആംഗിളിൽ നിന്ന് ഇതിനെ കാണാൻ പറ്റും. നമ്മൾ ഓരോ ആംഗിളിൽ നിന്ന് കാണുമ്പോഴും ഓരോ തരത്തിലുള്ള ജീവികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നെന്തായാലും നമ്മൾ വളരെ ലക്കിയാണ്. ഇത് കണ്ടോ, ഒരു സ്റ്റിങ്ങറെ നമ്മുടെ തൊട്ടടുത്ത് വന്നിരിപ്പുണ്ട്. ഇതിങ്ങനെ വളരെ സാവധാനം വാ തുറക്കുന്നതും അടയ്ക്കുന്നതൊക്കെ കാണുമ്പോൾ വളരെ പ്രായം ചെന്ന ഒരു മനുഷ്യൻ്റെ മുഖത്തോടൊക്കെ നമുക്കിതിനെ ഉപമിക്കാൻ സാധിക്കും. അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നിലേക്ക് നടക്കുമ്പോൾ നമ്മൾ ചെന്നെത്തുന്നത് സ്രാവുകളെ മാത്രം പാർപ്പിച്ചിട്ടുള്ള ഒരു ടാങ്കിനടുത്താണ്. വീഡിയോയിലൂടെ നിങ്ങൾക്ക് എത്രത്തോളം ഇതിൻ്റെ വലിപ്പം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു മനുഷ്യനെ വളരെ നിസ്സാരമായിട്ട് ആക്രമിച്ച് കീഴ്പ്പെടുത്താനുള്ള വലിപ്പം അവയ്ക്കുണ്ട്.
മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത പല ഇനത്തിൽപ്പെട്ട പല ഷേപ്പിലുള്ള സ്രാവുകളെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തു നിന്ന് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പവിഴപ്പുറ്റുകളുടെ ഒരു വർണ്ണ പ്രപഞ്ചമാണ്. പല നിറത്തിലും വലുപ്പത്തിലും ഷേപ്പിലും ഒക്കെയുള്ള ധാരാളം പവിഴപ്പുറ്റുകളും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ബിഗ് ബെല്ലി സീ ഹോൾസ് എന്നറിയപ്പെടുന്ന ഒരു തരം കടൽ കുതിരകളാണിത്. പേര് സൂചിപ്പിക്കും പോലെ തന്നെ വലുപ്പമുള്ള വയറാണ് ഇവയുടെ പ്രത്യേകത. കടൽ കുതിരകളുടെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആൺ കടൽ കുതിരകളാണ് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത്. ഇനി നമ്മൾ പോകുന്നത് മഴക്കാടുകളിൽ ജീവിക്കുന്ന ചില ജീവികളുടെ അടുത്തേക്കാണ്. ബ്ലൂ പോയ്സൺ ഡാർട്ട് ഫ്രോഗ് എന്നറിയപ്പെടുന്ന വിഷമുള്ള ഒരു തരം തവളയാണിത്. നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്ന വളരെ മാരകമായ വിഷമാണ് ഇവയ്ക്കുള്ളത്. അതുകൂടാതെ പച്ച നിറത്തിലുള്ള ഒരു പെരുമ്പാമ്പിനെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ പേടിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു ആമയാണിത്. കണ്ടാൽ ദിനോസറുകളോട് സാദൃശ്യമുള്ള ഒരു രൂപം. ഈ ഒരു റെയിൻ ഫോറസ്റ്റിൻ്റെ സെക്ഷനിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉള്ള എല്ലാ ജീവികൾക്കും എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും. അതിൽ ചില ജീവികൾക്ക് വിഷമുള്ളതാണെങ്കിൽ മറ്റു ചിലത് ഭയങ്കര വലിപ്പമുള്ളതായിരിക്കും. അതുമാത്രമല്ല, നമ്മൾ സാധാരണ മറ്റൊരിടത്തും കണ്ടിട്ടില്ലാത്ത ഒരു തരം ആകൃതിയാണ് എല്ലാത്തിനും. നമ്മളിപ്പോൾ ഈ കാണുന്നത് ഒരു ഓഗ്മെൻറ്റ് റിയാലിറ്റി ഷോയാണ്. ശരിക്കും ആ കാണുന്ന പൂള് നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. പക്ഷേ അതിലൂടെ നടന്നു വരുന്ന ആ ഹിമക്കരടിയും അതിൻ്റെ കുഞ്ഞും അത് ഓഗ്മെൻറ്റ് റിയാലിറ്റിയുടെ ഭാഗമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ജെല്ലി ഫിഷുകളുടെ കാഴ്ചകളാണ്. എല്ലാ ജെല്ലി ഫിഷുകളും അങ്ങനെ പ്രത്യേകിച്ചൊരു നിറമുള്ളവയൊന്നുമല്ല. പക്ഷേ നമ്മൾ ഏത് ലൈറ്റാണോ അതിലേക്ക് അടിക്കുന്നത് അതിനനുസരിച്ചിട്ട് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യും. അതായത് അത് ട്രാൻസ്പെറൻ്റ് ആണ്. മഷ്റൂം, മൂൺ, ക്രിസ്റ്റൽ അങ്ങനെ പല വിധത്തിലുള്ള ജെല്ലി ഫിഷുകളെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. യഥാർത്ഥ ജെല്ലി ഫിഷുകൾക്കൊപ്പം തന്നെ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് ജെല്ലി ഫിഷുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ തരുന്ന ഒരു വീഡിയോ ആണ്. ഇതൊരു ഇൻട്രാക്റ്റീവ് സ്ക്രീനാണ്. അപ്പോൾ നമ്മുടെ തൊട്ടുമുന്നിലുള്ള ചെറിയ സ്ക്രീൻ വെച്ചിട്ട് നമുക്കിതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ അക്വേറിയം കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ പുറത്തേക്കുള്ള വഴിയിലാണ്. UK മറ്റ് പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ള പോലെ തന്നെ ഒരു സുവനിയർ ഷോപ്പിനകത്തുകൂടെയാണ് അവർ എക്സിറ്റ് വെച്ചേക്കുന്നത്.
വളരെ വ്യത്യസ്തമായിട്ടുള്ള ധാരാളം സുവനീഴ്സും ഇവിടെ അവൈലബിൾ ആണ്. അപ്പം ഞങ്ങളോടൊപ്പമുള്ള ഇന്നത്തെ യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണും വരെ ടേക്ക് കെയർ.